ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മകനോട് രേവതിയുടെ സ്വർണ്ണം അങ്ങനെ തന്നെ വീട്ടിൽ മേടിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് പോയി. ഞാൻ ഇനി 5 ലക്ഷം എവിടെ നിന്ന് ഉണ്ടാക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുക, സുതിമോൻ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ രേവതി അടുക്കളയിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചി വന്നിട്ട് എന്താ രേവതി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും തൻ്റെ വീട്ടുകാരെ അമ്മായിയമ്മ പറഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ അമ്മ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ, സ്വർണം മാറ്റിയത് എൻ്റെ വീട്ടുകാരാണത്രേ. അപ്പോൾ അച്ഛമ്മ കള്ളത്തരം കാണിച്ചാണെന്ന് പോലും പറഞ്ഞില്ലേ, അവരെന്തും പറയും, നിനക്കത് അറിയില്ലെന്ന് ചോദിച്ചു സച്ചി. അവരും അറിയാതെ എങ്ങനെ സ്വർണം മാറ്റും, ഇവിടെ കള്ളൻ വല്ലതും കയറിയോന്ന് ചോദിക്കുമ്പോൾ പിന്നെ കള്ളൻ നിന്റെ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് അതേപോലത്തെ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടൊന്ന് വെക്കാൻ പോവല്ലേ എന്ന് സച്ചി അന്നേരം രേവതിയോട് ചോദിച്ചു. ഇത് സുധിയുടെ പണി, അതിനൊരു മാറ്റവും ഇല്ലാന്നും പറഞ്ഞു. നമ്മൾ സ്വർണം മാറ്റിയതിനെ പറ്റി സംസാരിക്കുമ്പോൾ നീ അവൻ്റെ മുഖഭാവമൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നെ അവനിതിനകത്ത് നല്ല കൈ ഉണ്ടെന്ന കാര്യം സച്ചി പറയൂ കേട്ടോ. ഇതിനകത്ത് ആരാണ് കളിച്ചിരിക്കുന്നതെങ്കിലും അവരെ ഞാൻ പുറത്ത് കൊണ്ടുവരും. സുധിക്ക് വേണ്ടി അമ്മ എന്ത് കടുങ്കയും ചെയ്യും. എന്താ നടന്നത് നമുക്ക് തെളിവ് സഹിതം കണ്ടെത്തണമെന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടെത്തും എന്ന് രേവതി സച്ചിയോട് ചോദിക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും കേട്ടോ അതിനൊരു വഴി മാർഗം. അപ്പം ഞാനന്ന് പറഞ്ഞതുപോലെ ഓട്ടക്കാരൻ സുധിയെ പിടിച്ച് 2 പൊട്ടിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സത്യം പറയുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ അതൊന്നും വേണ്ട, അങ്ങനെയൊക്കെ ചെയ്താലേ ശ്രുതി അതിൽ ഇടപെടുമെന്ന കാര്യം രേവതി സച്ചിയോട് പറയുക. വീട് വിട്ട് പോയെന്നും പറഞ്ഞ് ഡ്രാമ കാണിക്കും. അത് കണ്ട് അമ്മ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതല്ലാതെ അതിൽ നിന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോണില്ല എന്ന് പറഞ്ഞു. പിന്നെ സ്വർണം മാറ്റിയത് നിങ്ങളുടെ ചേട്ടനാണെന്ന് സമ്മതിച്ചതേ നിങ്ങൾ തല്ലിയത് കൊണ്ടാണെന്ന് നിങ്ങളുടെ അമ്മ പറയുന്ന കാര്യവും രേവതി പറയുക. വരാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. വേറെ എന്തെങ്കിലും വഴിയിലൂടെ അയാളാണിത് ചെയ്തതെന്ന് തെളിവ് സഹിതം നമുക്ക് കണ്ടെത്തണം. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ അത് സ്ഥിരീകരിക്കണമെന്ന കാര്യവും പറഞ്ഞു. അല്ലപ്പോൾ എന്താ അതിനൊരു വഴിയെന്ന് ഇങ്ങനെ ചോദിക്കുക രേവതിയോട് സച്ചി. അപ്പോൾ രേവതി നിന്ന് ആലോചിക്കുന്നു. 2 പേരും ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ടെന്ന് സച്ചി പറഞ്ഞു. അപ്പോൾ എന്താ സച്ചേട്ടാന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്. സുധി ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചത് ഏതെങ്കിലും ജ്വല്ലറിയിൽ നിന്ന് ആയിരിക്കില്ലേന്ന് ചോദിച്ചു. ആ ജ്വല്ലറിയിൽ നിന്ന് വിളിക്കുന്നത് പോലെ അവനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് അദ്ദേഹം വാങ്ങിച്ചതെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറയുമ്പം ജ്വല്ലറിയുടെ പേരൊന്നും പറയണ്ട, നിങ്ങൾ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ച ആ ജ്വല്ലറിയിൽ നിന്നാണ് വിളിച്ചതെന്ന് പറയുക. പിന്നെ നിങ്ങൾ വാങ്ങിയ ആഭരണങ്ങൾ എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം, ആളുകൾ അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളായിട്ട് തിരിച്ചറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണമെന്ന് സച്ചി രേവതിയോട് പറയാം. അപ്പോൾ അവൻ അതിനുള്ള മറുപടി പറയും. ആഭരണങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവരെയും കേൾപ്പിക്കാം. അപ്പോൾ അവൻ തന്നെയാണ് സ്വർണം മാറ്റിയതെന്ന് എല്ലാവർക്കും വിശ്വാസമാവുകയും ചെയ്യും. നടന്നത് എന്താണെന്ന് അച്ഛൻ അവനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നല്ല ഐഡിയ ആണെന്ന് രേവതി പറഞ്ഞു. പക്ഷേ ജ്വല്ലറിയിൽ നിന്നാണെന്ന് പറഞ്ഞ് നമ്മളാരെങ്കിലും വിളിച്ചാൽ നമ്മുടെ ശബ്ദം നിങ്ങളുടെ ഏട്ടൻ തിരിച്ചറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഫോണിൽ ശബ്ദം മാറ്റി വിളിച്ചാൽ പോരെ എന്ന് ചോദിച്ചു. ശബ്ദം മാറ്റി വിളിക്കാൻ നിങ്ങൾ മിമിക്രിക്കാരനാണോ എന്ന് ചോദിച്ചു രേവതി അന്നേരം. സച്ചേട്ടൻ എങ്ങനെ ശബ്ദം മാറ്റി വിളിച്ചാലും നിങ്ങളുടെ ശബ്ദം നിങ്ങളുടെ ഏട്ടന് മനസ്സിലാകുമെന്നുള്ള കാര്യം രേവതി പറയാം. എന്നാൽ പിന്നെ നീ മാറ്റി പിടിക്കാൻ പറഞ്ഞു. അയ്യോ അങ്ങനെ ശബ്ദം മാറ്റി വിളിക്കാനൊന്നും എനിക്കറിയില്ല, ഞാൻ വിളിച്ചാലും അദ്ദേഹത്തിന് അത് മനസ്സിലാകുമെന്ന് രേവതി സച്ചിയോട് പറയാം. പിന്നെ ഇപ്പം എന്താ ഒരു മാർഗമെന്ന് ഇങ്ങനെ ഇവർ പരസ്പരം ആലോചിച്ചു. അതിനുശേഷം ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞ് രേവതി ഓടി വന്നു. കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട, പല പല ശബ്ദങ്ങൾ സംസാരിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇല്ലേന്ന് ചോദിച്ചു. അതാര് നമ്മുടെ കൂട്ടത്തിലുള്ളത്? എൻ്റെ പൊന്നെ വർഷ, അവളെ കൊണ്ട് വിളിപ്പിക്കാം, അവളൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലേ, ഏത് ശബ്ദത്തിൽ വേണമെങ്കിലും അവൾ സംസാരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശരിയാണല്ലോ, അപ്പോൾ വർഷയെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി എന്ന് രേവതി പറയുമ്പം അല്ല നമ്മൾ പറഞ്ഞവൾ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തായാലും അവൾ കേൾക്കും വിളിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അല്ല വർഷ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അല്ല അവൾ ജോലിക്ക് പോയി സ്റ്റുഡിയോയിൽ കാണുമെന്ന് പറഞ്ഞു. നീയേ വർഷയെ വിളിച്ചിട്ട് ശ്രീകാന്ത് വർക്ക് ചെയ്യുന്ന ഹോട്ടലിൽ വരാൻ പറ, അവളോട് അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ 2 പേരും പ്ലാൻ ചെയ്യുക. ഈ സ്വർണം മോഷ്ടിച്ചത് അവരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും സച്ചേട്ടാ? ഇത് അവരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മാത്രം ആവശ്യമാണെന്ന് രേവതി പറഞ്ഞു. കണ്ടെത്തുക തന്നെ വേണമെന്ന് പറഞ്ഞു രേവതി നേരെ വർഷയെ വിളിച്ചു. വർഷ നേരത്തേക്കും ശ്രീകാന്തിൻ്റെ ഹോട്ടലിലേക്ക് വന്നു. വർഷ നീയോ? ലഞ്ച് ടൈം ആയില്ലല്ലോ, പിന്നെന്താ ഇതിനെ നേരത്തെ വന്നേ, വർക്കൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ലഞ്ച് കഴിക്കാനൊന്നും വന്നതല്ല എന്ന് പറഞ്ഞു. പിന്നെന്തിനാ? എന്നെ കാണാതിരിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് വന്നാണോ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. അയ്യോ അന്ന് പോടാ അവിടുന്ന്, ഞാൻ രേവതി ചേച്ചി വിളിച്ചു പറഞ്ഞതുകൊണ്ട് വന്നതാ. രേവതി ചേച്ചി സച്ചേട്ടൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, നോ ഐഡിയ, അവരിപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചിയും രേവതി അങ്ങോട്ടേക്ക് വന്നു, ഇവരെ വിളിച്ചു. അപ്പോൾ ഇവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സച്ചേട്ടാ കാര്യമെന്ന് ശ്രീകാന്ത് ചോദിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രശ്നമുണ്ട്, നിനക്കറിയാവുന്ന പ്രശ്നം തന്നെയാണെന്ന് സച്ചി പറയുമ്പം ശ്രീകാന്ത് ഇങ്ങനെ നോക്കുക കേട്ടോ.
അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം ഇവർ പറയുവാണ്. അങ്ങനെ അവരൊരിടത്ത് പോയിരുന്നു. അതിനുശേഷം ഇവർ സംസാരിക്കാം. എനിക്ക് സുധിയെ നല്ല സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഏട്ടന് ഇനിയും അത് വിട്ടില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ, എടാ രേവതിക്ക് കല്യാണത്തിന് കൊടുത്ത സ്വർണ്ണം അല്ലേ, അതങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ നമ്മുടെ സച്ചേട്ടാ. ഒച്ച വെക്കല്ലേ, എല്ലാവരും കേൾക്കുമെന്ന് രേവതി അന്നേരം പറഞ്ഞു. അല്ല, വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ സ്വർണ്ണം എടുത്തിട്ടില്ല എന്നൊക്കെയല്ലേ സുധിയേട്ടൻ പറഞ്ഞത്. അപ്പം ഞങ്ങളത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ 1,00,000 രൂപ അദ്ദേഹം ശ്രുതിക്ക് കൊടുത്തിരുന്നല്ലോ, അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ രേവതി ഇങ്ങനെ പറയുക. അപ്പം ശരിയാണെന്ന് ഇവർക്ക് മനസ്സിലായി. സ്വർണം വിറ്റ കാശിൽ നിന്ന് ഒരു പക്ഷേ എടുത്ത് കൊടുത്തതായിക്കൂടെയത്. ശ്രുതി അടുത്തേക്ക് കൊടുത്തത് കടയിലെ സാധനങ്ങൾ സെയിൽ ചെയ്ത് പ്രോഫിറ്റ് ചെയ്ത കാശാണെന്നല്ലേ സുധിയേട്ടൻ പറഞ്ഞേ. അതിനെന്താ എത്ര തെളിവുള്ളത്? നമ്മളതങ്ങനെ കണ്ടായിരുന്നു എന്ന് സച്ചി അന്നേരം ചോദിച്ചു. ആ സമയത്ത് അവൻ തന്നെയാണ് സ്വർണം മാറ്റിയതെന്നും സച്ചി ഇവരോട് പറയാം. അപ്പോൾ അമ്മയല്ലേ സ്വർണം സൂക്ഷിച്ചിരുന്നത്, പിന്നെ ഏട്ടൻ എങ്ങനെ മാറ്റാനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും, എടാ നിനക്ക് അമ്മയെപ്പറ്റി അറിയാവുന്നതല്ലേ, ശ്രുതിക്ക് വേണ്ടി അമ്മ എന്തും ചെയ്യുമെന്ന് നിനക്കറിയില്ലേ? അവൻ ചോദിച്ചപ്പോൾ അമ്മ എടുത്ത് കൊടുത്തു, അതാ ശരിക്കും ഉണ്ടായതെന്നുള്ള കാര്യവും സച്ചി ശ്രീകാന്തിനോട് പറയുക. അതിന് പ്രൂഫില്ലല്ലോ സച്ചേട്ടാ. നമ്മൾ ഒരാളുടെ മേൽ കുറ്റം ആരോപിക്കുമ്പോൾ അതിന് തെളിവ് വേണ്ടേ എന്ന് ചോദിക്കുക. അന്നേരം വർഷേ, അതിനാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, അദ്ദേഹമാണ് ഇത് ചെയ്തത് എന്നുള്ളതിൻ്റെ തെളിവ് കണ്ടെത്തണം, അതിന് ഞങ്ങൾക്ക് വർഷയുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണല്ലേ എന്ന് വർഷ ചോദിച്ചു. അല്ല, എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്, അത് പറയാൻ പറഞ്ഞു, ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. വർഷ നീ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. ആവശ്യമില്ലാത്ത ഓരോന്ന് ചെയ്ത് പ്രശ്നം രൂക്ഷമാക്കരുതെന്ന് ശ്രീകാന്ത് അന്നേരം പറയൂ കേട്ടോ. ദേ സച്ചേട്ടാ, അത് വിട്ടേക്ക്, അതിൻ്റെ പുറകെ പോകണ്ടെന്ന് പറയുമ്പം, എടാ വീട്ടിൽ വെച്ചിരിക്കുന്ന സ്വർണം ഒരു ദിവസം ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി മാറട്ടെ, അതിൻ്റെ വിഷമം എത്രയാണെന്ന് അപ്പം നിനക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം സച്ചി ശ്രീകാന്തിനോട് പറയുക. അപ്പോൾ വർഷം ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. എടാ അവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് സ്വർണ്ണാഭരണങ്ങളെല്ലാം ഗോൾഡ് കവറിങ് ആഭരണങ്ങളായി മാറത്തേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ സച്ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ, ഇത് അദ്ദേഹമാണ് ചെയ്തത് എന്നുള്ളതിന് തെളിവ് കണ്ടെത്തണം, ഞാൻ എന്ത് ഹെൽപ്പാ ചെയ്യേണ്ടത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അന്നേരം വർഷേ, അപ്പം നീ ഒന്നും മിണ്ടാതിരിക്കും ശ്രീകാന്ത്, ചേച്ചി പറയാൻ പറഞ്ഞു വർഷ. ആ സമയത്ത് വർഷയോട് ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് വാങ്ങിച്ചൊരു കട കാണുമല്ലോ, കടയിൽ നിന്നാണ് വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ സ്വർണം വാങ്ങിച്ചത് കൊണ്ട് എന്തായാലും അത് പറയും, അത് റെക്കോർഡ് ചെയ്യണമെന്നും അവനാണ് സ്വർണം മാറ്റിയതെന്നുള്ളതിൻ്റെ തെളിവായിട്ട് അത് മതിയല്ലോ എന്നും പറയുക. അപ്പോൾ ദേ നമ്മൾ വിളിച്ച അദ്ദേഹത്തിന് മനസ്സിലാകുമെന്നും, വർഷയാണെങ്കിൽ പല ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളല്ലേ, ശബ്ദം മാറ്റി വിളിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പം സോ സിമ്പിൾ, ഞാൻ വിളിക്കാമെന്ന് വർഷ പറഞ്ഞു. ഞാനൊരു സീരിയലെ കഥാപാത്രത്തിന് കൊടുക്കുന്ന വോയിസും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ നോ പ്രോബ്ലം ആണെന്ന് പറയുമ്പോൾ ശരിയെന്ന്. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര ടെൻഷൻ, പക്ഷേ വേണ്ട റിസ്ക് ആണ് എന്ന് പറഞ്ഞപ്പം ശ്രീകാന്ത് ചുമ്മാ ടെൻഷൻ ആവല്ലേ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വർഷ ഇവർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ ഏതൊക്കെ ആഭരണങ്ങളാണ് വാങ്ങിയതെന്ന് ഞാൻ എഴുതി തരാം, ശ്രീകാന്ത് ഒരു പേപ്പറും പേനയും തരാമോ എന്ന് ചോദിച്ചു. അല്ല ഏട്ടത്തി അത് വേണോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെന്ന് ചോദിച്ചു. അപ്പോൾ എടാ ആലോചിക്കാനൊന്നുമില്ല എന്ന് ചോദിച്ചു, എല്ലാം പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിൽ വേറെ നമ്പറുണ്ട്, ഞാൻ ആ നമ്പറിൽ നിന്ന് വിളിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സെറ്റ് ചെയ്യും അവിടെ എല്ലാം ഓക്കെ ആക്കുക. അപ്പോഴത്തേക്കും ശ്രുതി അവിടെ ഷോറൂമിലിരുന്ന് ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ഹലോ, എൻ്റെ പ്രൊഡക്റ്റ്, എൻ്റെ 5 ലക്ഷം രൂപ തിരിച്ചാൽ സ്വർണ്ണത്തിൻ്റെ കാര്യം നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വെപ്രാളം കയറി പറയുക ശ്രുതിയുടെ മുന്നിൽ. ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴാണ് സ്വബോധത്തിലേക്ക് ശ്രുതിച്ചേട്ടൻ വരുന്നത്. എന്താ ഇത്, എന്താ ഈ പറയണേ? അതോ അത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്നൊരു ഉറങ്ങിപ്പോയതാ, ഉറങ്ങാനാണോ ഇവിടേക്ക് വരുന്നത്? ആളുകൾ കണ്ടാൽ എന്ത് കരുതുമെന്ന് ചോദിച്ചു ശ്രുതി. ഞാൻ ആകെ ടയേർഡായി പോയതുകൊണ്ടാണെന്ന് ശ്രുതി പറയുക. എൻ്റെ മനസ്സാകെ. അപ്പോൾ ശ്രുതി എന്തൊക്കെയാണ് പറഞ്ഞത്, എൻ്റെ പ്രോഡക്ട്സ് തിരികെത്താ, 5 ലക്ഷം രൂപ താ, സ്വർണം വില വിഷയമായെന്നൊക്കെയാണല്ലോ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാനതൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ, പറയും എന്ന് പറഞ്ഞ് കിടന്ന് ഉരുണ്ട് കളിക്കുക. അതേ പെട്ടല്ലോ നാദാ, ഞാനിനി എന്നാ പറയുമോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കിടക്കുക. അതുപോലെ നമ്മളന്ന് 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വിറ്റില്ലേ, അപ്പോൾ 5 ലക്ഷം രൂപ അവരുടെ കയ്യിൽ മേടിക്കുന്നു, പിന്നെ സ്വർണ്ണം മേടിക്കുന്നു. അപ്പം അതൊക്കെ ഞാൻ ചിന്തിക്കുകയാണെന്ന് പറയുമ്പോൾ, ഇതൊക്കെ എന്തിനാ നിങ്ങളിങ്ങനെയെന്ന് ചിന്തിക്കുന്നേ, അവിടെ നടക്കുന്നതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, പിന്നെന്താ ശ്രുതിക്കെന്നൊക്കെ ചോദിക്കാം. ശ്രുതി ഇപ്പോൾ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് ശ്രുതി പറയുമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അല്ല അന്ന് 5 ലക്ഷം രൂപയുടെ സെയിലൊക്കെ നടന്നിരുന്നില്ലേ, അതുപോലെ എന്നും എങ്ങനെ നടത്താൻ കഴിയുമെന്ന് ആലോചിക്കാൻ പറഞ്ഞു. അതുപോലെ നടന്നാൽ പെട്ടെന്ന് തന്നെ എൻ്റെ കട കാലിയാകുമെന്ന് ശ്രുതി മനസ്സിൽ അന്നേരം പറയുക. എന്നാന്ന് പറഞ്ഞ് ഒന്നുമല്ല, അല്ല ഈ കട കാലിയാകുന്ന രീതിയിൽ പെട്ടെന്ന് ബിസിനസ് നടത്തണമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണിത് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വരുന്നത്. ശ്രുതിയുടെ ഫോണിലേക്ക് കോള് വന്നപ്പം, അതെ മീരയെ വിളിക്കുന്നേ, ഇവളെന്തിനാണ് അവ വിളിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഫോൺ എടുത്ത് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. ആ സമയത്ത് നമ്മുടെ ശ്രുതി മുതലാളി ഇങ്ങനെ നിൽക്കും, ആകെ ടെൻഷൻ അടിച്ച. അപ്പോൾ ആ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്കും കോൾ വന്നു. അപ്പോൾ ഹലോ, ഞാൻ റോയൽ ജ്വല്ലറിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. എന്താ കാര്യം, നിങ്ങളെന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങൾ അവിടുന്ന് ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചിരുന്നല്ലോ അല്ലേ എന്ന് ചോദിച്ചു.
അപ്പോൾ അങ്ങനെ ഒരു കോൾ വരാൻ സാധ്യതയില്ലല്ലോ ഒന്ന് സുധി. അപ്പോൾ വേണ്ട, കട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം മിണ്ടായിരിക്കുന്ന ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഇവർ. അപ്പോഴത്തേക്കും പുള്ളിക്കാരി ഓരോന്നോരോന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും സുധി, അല്ല ഞാൻ സർ അതെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഇതെല്ലാം എടുത്ത നമ്പറൊക്കെ ഇട്ട് ഇങ്ങനെ പറയുക. അപ്പോഴത്തേക്കും സുധിക്കൊരു പേടി. ഇതൊക്കെ സാർ എവിടുന്ന് വാങ്ങിയിരുന്നതല്ലേ എന്ന് ചോദിച്ചു. അതെ, ഒരു ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി വിളിച്ചതാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഫീഡ്ബാക്കോ? അതെ സാർ, അതെ ആളുകളൊക്കെ എന്തു പറഞ്ഞു സാർ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. അത് ഗോൾഡ് കവറിങ് ആഭരണങ്ങളാണെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷ ചോദിക്കുക. അതാണ് സാർ ഞങ്ങൾ ഷോപ്പിൻ്റെ കഴിവെന്നൊക്കെ പറഞ്ഞു. അയ്യോ അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തായാലും സച്ചിക്ക് എന്നെ സംശയം കാണും. ഇനി അവർ മറ്റാരെങ്കിലും വിളിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ ഓർത്ത്. അയ്യോ നിങ്ങളെന്തേ പറയുന്നേ? ഞാൻ ഗോൾഡ് കവറിങ് ആഭരണങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് സുധി അന്നേരം പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഞാനതിൻ്റെ ഫീഡ്ബാക്ക് പറയാം എന്ന് പറഞ്ഞിട്ട് സുധി ഇങ്ങനെ അവിടെ കിടന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവർ ഞെട്ടി. സുധി ഇവരെ വിറ്റ വശം കൊണ്ട് നടക്കുന്നവനാണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് രേവതി ഓരോന്നോരോന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും സുധി അവിടെ നിന്ന് ഞാൻ ഒരു ആഭരണം വാങ്ങിച്ചിട്ടില്ല എന്ന് തറപ്പിച്ച് എന്നെ പറയാം. ദേ ഞാൻ വളരെ തിരക്കുള്ളൊരു ബിസിനസ് ആണെന്നും എൻ്റെ സമയം വെറുതെ നിങ്ങൾ ഫോൺ ചെയ്ത് കളയരുത് കേട്ടോ, എന്നെ ഇനി ഇങ്ങോട്ട് വിളിക്കരുത്, ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അങ്ങ് ഫോൺ കട്ട് ചെയ്തു. പണി പാളി എന്ന് ഇവർക്ക് മനസ്സിലായി. ആ സമയത്ത് നീ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയപ്പോൾ നീ ആദ്യയുടെ പിറന്നാളിന് വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെയും കള്ളത്തരം അവിടെയും കള്ളത്തരം. അപ്പോൾ നോക്കട്ടെ അമ്മയെന്നും പറഞ്ഞ് ശ്രുതി. അപ്പോൾ ഇങ്ങനെ എന്നെ കൂടെ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞല്ലേ ചോദിക്കുമ്പോൾ അവൻ എന്നോട് വിളിക്കാൻ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അമ്മ മോളോട് ചോദിച്ചു. വിളിച്ചില്ലെങ്കിൽ അവൻ പിണങ്ങിയിരിക്കില്ലേ, ഭക്ഷണം പോലും അവൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നീ പിറന്നാളിന് വരാൻ പറഞ്ഞു. അവന് സന്തോഷമാകുമെന്നും പറഞ്ഞു. ഞാൻ നോക്കട്ടെ അമ്മയെന്ന് പറഞ്ഞ് ശ്രുതിയും ഫോൺ കട്ട് ചെയ്തു. അന്നേരം ഉള്ളെടുക്കാനായി നമ്മൾ വിളിക്കുകയാണെന്ന് ആദ്യമേ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറിയതെന്നുള്ള കാര്യം വർഷ ഇവരോട് പറയുക. ചിലപ്പോൾ സുധിയേട്ടനായിരിക്കില്ല സ്വർണം മാറ്റിയത്, നിങ്ങൾ വെറുതെ സംശയിക്കുന്നതാണെന്ന് ശ്രീകാന്ത് പറയുമ്പം എടാ അവൻ തന്നെയാണ് സ്വർണം മാറ്റിയത്, കാശിന് വേണ്ടി അവൻ എന്തും ചെയ്യുന്നു നിനക്ക് അറിയുന്നതല്ലേ എന്ന് സച്ചി ശ്രീകാന്തിനോട് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറയുമെന്നാണ് ഞാൻ കരുതിയത് എന്ന് രേവതി പറയുമ്പം അവന് ഡൗട്ട് തോന്നിക്കാണും, അതുകൊണ്ട് അവൻ പറയാതിരുന്നത്. അപ്പോൾ കുറച്ച് നേരം സൈലൻ്റ് ആയതിനു ശേഷം ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതെന്ന് വർഷ പറയുമ്പം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കത്തില്ല അത് അവനാ വാങ്ങിയതെന്ന് സച്ചു പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സച്ചേട്ടാന്ന് രേവതി ചോദിച്ചു. അപ്പോൾ അറിയില്ല, വേറെ വഴി ആലോചിക്കുക, നീ വരാൻ പറഞ്ഞു. അല്ല എന്തെങ്കിലും കഴിച്ചിട്ട് പോകും, നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു ശ്രീകാന്ത്. ഒന്നും വേണ്ട നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും ചേച്ചി ടെൻഷൻ ആവല്ലേ, ഇതിൻ്റെ സത്യം തെളിയിക്കാൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നത്, വേറെ വേലെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം എന്ന് വർഷ രേവതിയോട് പറയുമ്പോൾ സച്ചേട്ടൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പാവം നല്ല വിഷമം ഉണ്ടെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ വർഷയോട് പറയും കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ വർഷയ്ക്കും ആകെ സങ്കടമായി. അതുപോലെ ശ്രീകാന്തും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് സച്ചേട്ടൻ സുധിയേട്ടൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഇത് എന്തായാലും വലിയ പ്രശ്നമൊന്നും നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അന്നേരം പ്രശ്നമാവട്ടെ, ഇനി ഇങ്ങനെ ഒരു സംഭവം വീട്ടിലുണ്ടാവാനേ പാടില്ല എന്ന് വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു. പിന്നെ ശ്രീകാന്തേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കേണ്ട കേട്ടോ, എനിക്ക് വിശക്കുന്നുണ്ട്, വാ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു വർഷയും അതുപോലെ ശ്രീകാന്തും കൂടി ഫുഡ് കഴിക്കാൻ പോയി. ഈ സമയത്ത് നമ്മുടെ സുധി വീട്ടിലെത്തി അമ്മയെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കയറ്റി. അച്ഛൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല, പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയാൻ പറഞ്ഞു. അന്നേരത്തേക്കും സുധി, അമ്മേ ഞാനിന്ന് ഷോറൂമിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു, ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയാനാണെന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സാധാരണ ഒരു ജ്വല്ലറിയിൽ നിന്ന് അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല അങ്ങനെയൊന്നും ചോദിക്കില്ല എന്ന് അമ്മ മോനോട്. ആ കോള് ജ്വല്ലറിയിൽ നിന്നല്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേറെ ആരോ വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് ടെൻഷനായി. സംശയം തോന്നുന്നതിനാൽ ഞാൻ ആഭരണങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി രേവതിയെ കൊണ്ട് വിളിപ്പിച്ചതായിരിക്കും എന്ന് ചോദിച്ചു. അല്ലല്ല വിളിച്ചത് രേവതിയല്ല, രേവതിയുടെ ശബ്ദം അല്ല അത്, എനിക്കറിയാം. അപ്പോൾ സച്ചി വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് വിളിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ അമ്മേ ഇനിയിപ്പോൾ നമ്മൾ എന്നെ ചെയ്യും അമ്മയെന്ന് ചോദിച്ചോണ്ട് മോൻ ഇങ്ങനെ നിൽക്കുക. എന്തായാലും നീ ആഭരണങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നന്നായെന്നും പിന്നെ ഉറപ്പായിട്ടും സച്ചി തന്നെ ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണെന്നും പറഞ്ഞു. അമ്മേ അവൻ അതിൽ തന്നെ പിടിച്ച് നിൽക്കും അമ്മേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേ, അവൻ അത് വിടാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല അമ്മേ എന്നൊക്കെ പറയുമ്പം അവൻ എങ്ങനെ അത് വിടും? അവൻ്റെ ഭാര്യയുടെ സ്വർണ്ണമല്ലേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, സത്യം തെളിയിച്ചിട്ട് അവൻ അടങ്ങുള്ളൂ എന്ന് അമ്മ മോനോട് പറഞ്ഞു. സ്വർണം മാറ്റിയത് നീയാണെന്നുള്ള സംശയം എന്തായാലും അവനുണ്ടെന്നും അതുകൊണ്ടാണ് അവൻ വേറെ ഏതോ പെണ്ണിനെ കൊണ്ട് നിന്നെ വിളിപ്പിച്ചതെന്നുള്ള കാര്യങ്ങളും പറയുക. എത്രയും പെട്ടെന്ന് സ്വർണം വാങ്ങി ഇവിടെ വെച്ചാൽ നിനക്കും എനിക്കും നല്ലതാണെന്നും പറഞ്ഞു. പല തവണ ഈ വീടിനകം മുഴുവനും നിന്നെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ടവൻ.
ഓർക്കുന്നുണ്ടല്ലോ അവൻ്റെ കൈയുടെ ചൂട് നീ കുറേ അനുഭവിച്ചിട്ടുള്ളതല്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ തിരുമ്മി നിൽക്കുക. അവൻ്റെ ഭാര്യയുടെ സ്വർണം മാറ്റിയത് നീയാണെന്ന് തെളിവ് സഹിതം അവൻ കണ്ടെത്തിയ തീർന്നു മോനെ, നീ തീർന്നെന്ന് പറഞ്ഞ് അമ്മയും മോനും കൂടി ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.